നമസ്കാരം. ഏവർക്കും വിസ്ഡം ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. If the 9-digit 9m2365n48 is completely divisible by 88, what is the value of m square into n square? ഇതാണ് ചോദ്യം. SSCക്ക് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എമ്മിൻ്റെ വാല്യൂവും എന്നിൻ്റെ വാല്യൂവും കണ്ടുപിടിക്കണം. അതിന് തന്നിരിക്കുന്ന ഹിൻ്റ് എന്താണ്? ഡിവിസിബിൾ ബൈ 88 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? 88നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം 8 × 11. അപ്പോൾ ഈ നമ്പർ ടോട്ടലി 8 കൊണ്ടും ഡിവൈഡ് ചെയ്യണം, 11 കൊണ്ടും ഡിവൈഡ് ചെയ്യണം. ദ നമ്പർ ഇസ് ടോട്ടലി ഡിവിസിബിൾ ബൈ ബോത്ത് 8 ആൻഡ് 11. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 8ൻ്റെ നമ്പർ ഇപ്പോൾ ലാസ്റ്റ് 8ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്തെന്താണ്? ലാസ്റ്റ് 3 ഡിജിറ്റ് 8ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. ലാസ്റ്റ് 3 ഡിജിറ്റ് 8ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ മാത്രമേ അപ്പോൾ ആ നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് 3 ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n48 ആണ്. പിന്നെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഫോർ ദ സ്മാളസ്റ്റ് വാല്യൂ ഓഫ് എന്നിൻ്റെ വാല്യൂ അപ്പോൾ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. അപ്പോൾ ചെറുതെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം n=1 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 148 എന്ന് കിട്ടും. 148 നമുക്കൊരിക്കലും 148 നമുക്കത് ചെറുതാൻ പറ്റത്തില്ല, 8 കൊണ്ട് ഡിവിസിബിൾ അല്ല. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്പർ ഏതാണ്? 248. അപ്പോൾ 248 എന്നുള്ളത് നമുക്ക് 8 കൊണ്ട് ഡിവിസിബിളാണ്. അപ്പം നമുക്ക് എഴുതാം എന്നിൻ്റെ വാല്യൂ എന്താണ്? 2. നമുക്ക് ഒന്നത്തിൻ്റെ വാല്യൂ കിട്ടി. ലാസ്റ്റ് 3 ഡിജിറ്റിൽ നിന്നും എന്നിൻ്റെ വാല്യൂ കിട്ടി. n=2. 248 ഈസ് ഡിവിസിബിൾ ബൈ n എന്താണ്? സ്മാളസ്റ്റ് വാല്യൂ ആയതുകൊണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിവിസിബിലിറ്റി ഓഫ് 11 എന്നൊക്കെ ചെക്ക് ചെയ്യണം. ഡിവിസിബിലിറ്റി ഓഫ് 11 എന്ന് പറയുമ്പോൾ ആൾട്ടർനേറ്റ് നമ്പറിൻ്റെ ഡിഫറൻസ്, അതായത് 8, n, 6, 2, 9 ഇതിൻ്റെ സമ്മും 3m354 ഇതിൻ്റെ സമ്മിൻ്റെ വ്യത്യാസം 11ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ 00 ആയിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ചെക്ക് ദ ഡിവിസിബിലിറ്റി ഓഫ് 11 ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ആൾട്ടർനേറ്റ് നമ്പറിൻ്റെ സമ്മിൻ്റെ ഡിഫറൻസ് അതെന്താണ്? അപ്പോൾ നമുക്ക് എഴുതാം 9 2 6n8 ഇതിൻ്റെ സമ്മും പിന്നെ ഏതാണ്? m354 ഇതിൻ്റെ സമ്മിൻ്റെ വ്യത്യാസം എന്തായിരിക്കണം? 11ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. എന്നിൻ്റെ വാല്യൂ എത്ര നമുക്കിവിടെ കണ്ടുപിടിച്ചല്ലോ? എന്നിൻ്റെ വാല്യൂ 2 ആണ്. അപ്പം നമുക്കെന്ത് കിട്ടും? 9 + 2 + 6 + 2 + 8 എന്നിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 2 കൊടുത്തു. അപ്പം നമ്മൾ മൈനസ് m പ്ലസ് അപ്പം ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 9 + 2 11 11 + 6 17 17 + 10 27 അല്ലേ? അപ്പോൾ 27 മൈനസ് ഓഫ് m + 12 അത് ആരുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം? 11ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. 11ൻ്റെ മൾട്ടിപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും 27 - 12 എന്ന് പറയുന്നത് 15 മൈനസ് m എന്ന് പറയുന്നത് -m ആണ്. -m എന്ന് പറയുന്നത് 11 കിട്ടണമെങ്കിൽ m എന്തായിരിക്കണം? 15ൻ്റെ എത്ര കുറച്ചാൽ m ഏത് കിട്ടും? 4 കുറച്ചാൽ 11 കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? m = 4 എന്ന് കിട്ടി. അപ്പോൾ ഒരു വാല്യൂ m = 4 കിട്ടി, ഒരു വാല്യൂ n = 2 കിട്ടി. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും വാല്യൂ കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? m² × n² ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ m² × n² എത്രയാണ്? എമ്മിൻ്റെ വാല്യൂ 4² ആണ്, എന്നിൻ്റെ വാല്യൂ 2 ആണ്. അപ്പം 4² × 2² എത്രയാണ്? 16 × 4 16 × 4 എത്രയാണ്? വാല്യൂ നമുക്ക് കിട്ടി. ആൻസർ =64. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ചെയ്യുക. നന്ദി, നമസ്കാരം. താങ്ക് യു.